കമൽ എന്തെങ്കിലുമൊക്കെ സ്ഥിരീകരിക്കപ്പെടുന്നുണ്ടോ? കണ്ടത് കടുവയെ തന്നെയാണെന്ന് സ്ഥിരീകരിക്കുന്നുണ്ടോ? അക്ഷയ, ഇത്തരത്തിലുള്ള സ്ഥിരീകരണം ഒന്നും നമുക്ക് ഇനിയും ലഭിച്ചിട്ടില്ല. പഞ്ചാരക്കൊല്ലിയിൽ ഇരുട്ട് വീണ് കഴിഞ്ഞിരിക്കുന്നു. ഇനി തെർമൽ ഡ്രോൺ ഉപയോഗിച്ചുള്ള നിരീക്ഷണമൊക്കെ അല്ലാതെ നേരിട്ട് വനം വകുപ്പ് ജീവനക്കാർക്ക് പോയി കടുവയെ നിരീക്ഷിക്കാനുള്ള ഒരു സാഹചര്യമല്ല ഉള്ളത്. ഇരുട്ട് വീണ് കഴിഞ്ഞിരിക്കുന്നു. രാത്രികാലത്ത് അത്തരത്തിൽ കാട്ടിനുള്ളിലോ അല്ലെങ്കിൽ ഈ തോട്ടങ്ങൾക്കുള്ളിലൊന്നും പോയി കടുവയെ തെരയുക എന്നത് അസാധ്യമായ കാര്യമാണ്. അതുകൊണ്ട് തന്നെ തെർമൽ ഡ്രോൺ ഉപയോഗിച്ചുള്ള നിരീക്ഷണമാകും ഇനി ഉണ്ടാവുക. മറ്റ് ജനവാസ മേഖലകളിലൊക്കെ RRTയുടെയും ദൗത്യസംഘത്തിന്റെയും കാവലും നിരീക്ഷണവും ഉണ്ടാകും. പക്ഷേ വനത്തിനകത്തേക്കോ അല്ലെങ്കിൽ ഈ എസ്റ്റേറ്റിനകത്തേക്കോ കയറിയുള്ള തിരച്ചിലിന് ഇനി സാധ്യതയില്ല. തെർമൽ ഡ്രോൺ ഉപയോഗിച്ച് കടുവയെ ലൊക്കേറ്റ് ചെയ്യാനുള്ള ഒരു സാധ്യതയാണ് വനംവകുപ്പ് തേടുന്നത്. എന്തായാലും ഇന്ന് പകൽ മുഴുവൻ നീണ്ടുനിന്ന പ്രതിഷേധം ADMുമായുള്ള ചർച്ചയോടെ അവസാനിച്ചിരിക്കുന്നു. പ്രധാനമായും ആളുകൾ ഉന്നയിച്ച കാര്യങ്ങൾ കുട്ടികൾക്ക് സ്കൂളിൽ പോകാൻ സുരക്ഷയൊരുക്കണം, അതിന് വാഹനങ്ങൾ ഒരുക്കണം, എസ്റ്റേറ്റ് ജീവനക്കാർക്ക് തൊഴിലെടുക്കാൻ പറ്റാത്ത ദിവസങ്ങളിലേക്ക് എന്തെങ്കിലും ധനസഹായം നൽകണം, ഇവിടെ ശമ്പളം കിട്ടാത്ത പ്രശ്നമുണ്ട്. ജില്ലാ കലക്ടർ ചെയർമാനായ സൊസൈറ്റിയാണ്, സബ് കലക്ടർ മാനേജിംഗ് ഡയറക്ടറാണ്. ആ കാര്യത്തിൽ ഇവരുടെ കൂലിയുടെ കാര്യത്തിൽ, വേതനത്തിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം വേണം. അത്തരം കാര്യങ്ങളൊക്കെ പരിഹരിക്കാമെന്ന് ADM ഉറപ്പ് നൽകിയിട്ടുണ്ട്. മറ്റൊന്ന്, കടുവ കൂട്ടിലകപ്പെടുകയാണെങ്കിൽ വെടിവെച്ച് കൊല്ലണമെന്നായിരുന്നു ആളുകൾ ആവശ്യപ്പെട്ടിരുന്നത്. അതെന്തായാലും നിയമപരമായി സാധിക്കുന്ന ഒരു കാര്യമല്ല എന്ന് അധികൃതർ അപ്പോൾ തന്നെ അറിയിച്ചതാണ്. അതുകൊണ്ട് കടുവയെ ഏതെങ്കിലും തരത്തിൽ പിടികൂടിയാൽ ഒരു കാരണവശാലും വനത്തിൽ തുറന്നു വിടുകയില്ല. കഴിഞ്ഞ കുറേ നാളുകളായി വയനാട്ടിൽ പിടികൂടിയ കടുവകളെ ഒന്നും അത്തരത്തിൽ തുറന്നു വിട്ടിട്ടില്ല. ബത്തേരിയിൽ കടുവകളെ സംരക്ഷിക്കാനായി വനംവകുപ്പിന്റെ ഒരു കേന്ദ്രം തന്നെയുണ്ട്, കുപ്പാടിയിൽ ഹോസ് സ്പേസ് എന്ന പേരിൽ. അവിടെ 5 കടുവകൾക്കാണ് സൗകര്യമുള്ളത്. അവിടെ നിലവിൽ 7 കടുവകളുണ്ട്. കഴിഞ്ഞ വർഷങ്ങളിൽ വയനാട്ടിൽ നിന്ന് പിടിച്ച 7 കടുവകൾ അവിടെയുണ്ട്. അതിന് പുറമെ തൃശ്ശൂരിലെ പുത്തൂരിലെ സുവോളജിക്കൽ പാർക്കിലേക്കും തൃശ്ശൂരിലെ പഴയ മൃഗശാലയിലേക്കും തിരുവനന്തപുരം മൃഗശാലയിലും ഒക്കെ വയനാട്ടിൽ നിന്ന് കടുവകളെ കൊണ്ടുപോയിട്ടുണ്ട്. അതായത് കഴിഞ്ഞ 2 വർഷത്തിനിടയ്ക്ക് പിടിച്ച ഒരു കടുവയെയും വയനാട്ടിൽ കാട്ടിൽ തിരിച്ച് തുറന്നു വിട്ടിട്ടില്ല എന്ന് അധികൃതർ വിശദീകരിക്കുന്നു. അത് മാത്രമല്ല, ഇനിയും പിടിക്കുകയാണെങ്കിൽ കാട്ടിൽ തുറന്നുവിടുന്ന പ്രശ്നമുണ്ടാകില്ല, ഏതെങ്കിലും സംരക്ഷണ കേന്ദ്രത്തിലേക്കായിരിക്കും മാറ്റുക എന്ന ഉറപ്പ് നൽകിയിട്ടുണ്ട്. അത്തരത്തിൽ ആളുകൾ ഉന്നയിച്ച ആവശ്യങ്ങളൊക്കെ ഏറെക്കുറെ അംഗീകരിച്ചിരിക്കുന്നു. നഗരസഭ വൈസ് ചെയർമാൻ ഉൾപ്പെടെയുള്ളവർ അതാണ് പറഞ്ഞത്. ഇനി പ്രതിഷേധമോ പ്രശ്നങ്ങളോ ഒന്നുമില്ല. ആളുകൾ പിരിഞ്ഞു പോവുക, സ്വയം സുരക്ഷിതരായിരിക്കുക, വനംവകുപ്പ് ദൗത്യ സംഘത്തെ അവരുടെ ജോലി എടുക്കാൻ വിടുക എന്നുള്ള ഒരു തീരുമാനമാണ് ഈ ചർച്ചകളിൽ ഉണ്ടായിരിക്കുന്നത്.